ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷമാവട്ടെ. നിങ്ങളിടുന്ന ഓരോ എഫേർട്ടിനുള്ള റിസൾട്ട് ലഭിക്കുന്ന വർഷമാവട്ടെ. എല്ലാവർക്കും ഫുൾ A+ എന്ന് പറയുന്ന ആ മാജിക്കൽ റിസൾട്ടിലോട്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി സാധിക്കട്ടെ. ഇനി നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നാളെയാണ് നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നത്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ സ്കൂളിലോട്ട് നാളെയാണ് കയറി ചെല്ലാൻ പോകുന്നത്. എല്ലാവരും ഉത്തരക്കടലാസ് കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. എല്ലാവർക്കും അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, എങ്കിലും മെജോറിറ്റി മക്കൾക്കും അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഞങ്ങൾ എഴുതിയ ഉത്തരക്കടലാസിനകത്ത് എത്ര മാർക്കാണ് ഓരോ സബ്ജക്റ്റിലും കിട്ടാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഉണ്ടാവും. പേപ്പറൊക്കെ കിട്ടുന്ന സാഹചര്യത്തിൽ ഫിസിക്സിലൊക്കെ എത്ര മാർക്കുണ്ട് എന്ന കാര്യം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് അറിയിക്കണടാ മക്കളെ. ഉത്തരക്കടലാസ് കിട്ടുമ്പോൾ മാർക്കിനപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എടുത്ത് പറയുകയാണ്. ഞാൻ ഫോൺ അതുകൊണ്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം, ഫിസിക്സിനകത്തുള്ള 14ാമത്തെ ചോദ്യം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. MRI മിഷൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട? പലരും അതൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടല്ലേ? അങ്ങനെ മറന്നു പോകേണ്ട ചോദ്യം അല്ല അത്. ആ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ 14ാമത്തെ ചോദ്യം, ഒരു MRI മിഷൻ സ്കാനിങ് സമയത്ത് നമ്മൾ എന്തിനാണ് നമ്മുടെ കയ്യിലുള്ള മെറ്റൽ ഓർണമെൻറ്റ്സ് ഒക്കെ മാറ്റി വെക്കുന്നത്, അതിൻ്റെ റീസൺ എന്താണ്, എങ്ങനെയാണ് ഫ്ലക്സ് ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ളൊരു 3 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, അത്തരമൊരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും? എനിക്കറിയാം 99% സ്റ്റുഡൻസും ഇങ്ങനൊരു ചോദ്യം ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തവരായിരിക്കാം. ശരിയല്ലേ? ഇതൊരു ചോദ്യമാണ് നിങ്ങളെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ വളരെ ഈസി ആയിപ്പോൾ ഇതുപോലുള്ള ഒരു ചോദ്യമാണ് നിങ്ങളെ അത്യാവശ്യം കുഴപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാം ആണെങ്കിലും ബോർഡ് എക്സാം ആണെങ്കിലും ഇതുപോലെ ഒരു 4ഓ 5ഓ ചോദ്യം വരുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഒരെണ്ണത്തിൽ ഒതുങ്ങിയെങ്കിൽ ഇനി വരാനിരിക്കുന്ന മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും ഈ പാറ്റേണിൽ ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായും നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യണം. അതായത് പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ PYQs അതേ പാറ്റേണിൽ അതുപോലെ തന്നെ ചോദ്യപേപ്പറിൽ കാണാം അല്ലെങ്കിൽ കാണുമെന്ന തോന്നൽ ഗ്രാജുവലി നിങ്ങൾ കുറയ്ക്കുക. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ കൂടി കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ സാർ ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ള പരീക്ഷയിൽ ഇതുപോലുള്ള ചോദ്യം വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും? യെസ്, അതിനുള്ള ബെസ്റ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ആഴത്തിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇത് ഞങ്ങൾക്ക് കൂടി ഒരു എക്സ്പീരിയൻസ് ആണ്. സാധാരണഗതിയിൽ ക്ലാസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇനി അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് കൂടി ഒരു തിരിച്ചറിവ് തന്നെയാണ് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളിലും കൂടുതൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ഉറപ്പായും ശ്രമിക്കും. ഞാൻ പേഴ്സണലി ഉറപ്പായും ശ്രമിക്കും. സോ എവിടെ നിന്നാണ് ഇനി ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുക? ഇനിയുള്ള ചാപ്റ്റേഴ്സിനെല്ലാം ഇത്തരം ക്വസ്റ്റ്യൻസ് അടങ്ങിയ കോൺസെപ്റ്റ് റിവിഷൻ ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ എൻ ഗെയിം പ്രോഗ്രാം ഉള്ളത്. മക്കളെ, പുതുവർഷമായതിനാൽ തന്നെ സൈലത്തിൻ്റെ എൻ ഗെയിം ബാച്ചിനകത്ത് നിങ്ങൾക്ക് 15% ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കും. എൻ ഗെയിം ബാച്ചിൻ്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീണ്ടും 1ാമത്തെ ചാപ്റ്റർ മുതൽ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഇതുപോലുള്ള അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ കിഡിലൻ റിവിഷൻ പ്രോഗ്രാം തന്നെയാണ്. ജനുവരി 10ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഓഫർ ഉണ്ടാവുകയുള്ളൂ. 10ാം തീയതി വരെ അഡ്മിഷൻ എടുക്കുന്ന മക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് സ്മാർട്ട് വാച്ച് കൂടി സൈലം ഗിവ് അവേ ആയിട്ട് നൽകാൻ പോകുന്നു. ഈ അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, ഞാനുണ്ട്. ഉഷാറാക്കാം.